നിങ്ങൾ രാത്രി 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഉറക്കം ഉണരുന്നവരാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ഉണരുന്നത് വെറുതെയല്ല. കാരണം ഇതിൽ പല വ്യക്തികളും ധരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ ആ ദിവസം വളരെയധികം വെള്ളം കുടിച്ചതുകൊണ്ട് മൂത്രശങ്ക ഉണ്ടാവുകയും അങ്ങനെയാണ് നിങ്ങൾ രാത്രിയുടെ യാമത്തിൽ ആ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉണർന്നത് എന്നുമാണ്. എന്നാൽ ഇതിനെ വെറുമൊരു ശാരീരിക പ്രവർത്തനമായി മാത്രം കാണുവാൻ കഴിയില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് വെറുമൊരു ശാരീരിക പ്രവർത്തനം അല്ല എന്നത് തന്നെയാണ് സത്യം. ഇത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയുവാൻ കഴിയും. കൃത്യമായി 3 മുതൽ 5 വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെയായിരിക്കും നിങ്ങൾ ഉണരുന്നത് എന്നുള്ളത്. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടന്നതിനു ശേഷം നല്ല ഉറക്കത്തിൽ നിന്ന് കൃത്യം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉണരുന്നവർ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നവയായിരിക്കും. ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, എത്ര വെള്ളം കുടിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കിടന്നുറങ്ങിയാലും നിങ്ങൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒന്നും തന്നെ ഉണരുന്നില്ല. കൃത്യമായി നിങ്ങൾ ഉണരുന്നത് 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് തന്നെയായിരിക്കും. ഇത് എല്ലാവരുടെയും കാര്യത്തിലല്ല പറയുന്നത്. അങ്ങനെ ആ സമയത്തിനുള്ളിൽ തന്നെ ഉണരുന്ന വ്യക്തികളെ പറ്റിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത് ആത്മാവുമായും പ്രപഞ്ചവുമായും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഉണരുന്നതിന് പിന്നിലെ സത്യവും അതുപോലെ തന്നെ അത്തരത്തിൽ നിങ്ങൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അതായത് ഒരു ദിവസത്തിൻ്റെ തന്നെ പല സമയങ്ങളിൽ വെച്ച് ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയമാണ് ഈ രാവിലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത്. അതായത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ഒരു സമയത്തിന് വളരെയേറെ ശക്തിയുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ രാവിലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെ സൃഷ്ടാവ് അല്ല എന്നുണ്ടെങ്കിൽ പരമാത്മാവ് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് പരമാത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്തെ രാത്രിയെന്നോ പകലെന്നോ പൂർണ്ണമായി വിളിക്കുവാൻ കഴിയില്ല. കാരണം രാത്രിയുടെ ഇരുട്ടിനെ നീക്കി പകലിൻ്റെ വെളിച്ചം വരുന്നത് ഈ ഒരു സമയത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണരുന്ന അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മൂത്രശങ്ക തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് വെറും ഒരു കാര്യമല്ല. കൃത്യമായി ഈ സമയത്ത് നിരന്തരം ഉണരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ വെളുപ്പിന് 3 മണി മുതൽ 5 മണി വരെയുള്ള ഈ സമയം വളരെയേറെ പവിത്രമാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ദേവീദേവന്മാരും യക്ഷികളും സിദ്ധാത്മാക്കളും പല സൂക്ഷ്മരൂപത്തിലും ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുകയും ഒപ്പം തന്നെ ഈ ശക്തികളെല്ലാം ഈ പ്രപഞ്ചത്തോട് വളരെയധികം അടുത്ത് ഇഴുകിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണർന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ സമയം എന്ന് പറയുന്നത് വളരെ ശാന്തമായിരിക്കും. കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ കാതോർത്താൽ ഒരു പക്ഷിയുടെയോ ജീവജാലങ്ങളുടെയോ ശബ്ദം പോലും ഈ ഒരു സമയത്ത് കേൾക്കുവാൻ കഴിയില്ല. ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിന് ശേഷമായിരിക്കും പ്രകൃതി പോലും ചലിക്കുന്നത്. അപ്പോൾ പ്രകൃതി വരെ ശാന്തമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത്
നിങ്ങൾ ഉറക്കമുണരുന്നത് ഇതുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനെ പറ്റിയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ആ 3 മണി മുതൽ 5 മണി വരെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തികളുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് കൃത്യമായി ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുന്നത്. അതായത് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായി ഈ പ്രപഞ്ചത്തിലെ പരമോന്നത ശക്തി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വേണം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. അതായത് ആ ശക്തി നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ ആ ശക്തിക്ക് നേരിട്ട് വന്ന് നിങ്ങളെ ഉണർത്തുവാൻ കഴിയാത്തതിനാലാണ് മൂത്രശങ്ക എന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളോട് ആശയവിനിമയം നടത്തുവാനായി ആ ശക്തി നിങ്ങളുടെ ശരീരത്തെ മാധ്യമമാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ദിവ്യശക്തിക്ക് നിങ്ങളെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തുവാനുള്ള ഏറ്റവും എളുപ്പവും സാധാരണവുമായ ഒരു മാർഗമാണ് നിങ്ങളിൽ മൂത്രശങ്ക തോന്നിക്കുക എന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണരുമ്പോൾ ഇതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമോ ഭയക്കേണ്ട കാര്യമോ ഒന്നും തന്നെയില്ല. ഒരു അത്ഭുതകരവും ദിവ്യവുമായ ശക്തി നിങ്ങളിൽ ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭാസമായി ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ദിവ്യമായ ശക്തി നിങ്ങളോട് ആശയവിനിമയം നടത്തുവാനായി നിങ്ങളെ ഉണർത്തുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും നിലനിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇത്തരത്തിൽ നിരന്തരമായി 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉണരുന്നത് എന്നതാണ്. എന്നാൽ പല ആളുകളും ഈ ഒരു ദിവ്യമായ അനുഭവത്തെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൂത്രമൊഴിച്ചതിനു ശേഷം വീണ്ടും തിരികെ വന്ന് ഉടനടി കിടന്നുറങ്ങാറാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ കിടന്ന് ഉടൻ തന്നെ നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ ദിവ്യശക്തി എന്ത് കാര്യമാണോ നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ശ്രമിച്ചത്, ആ കാര്യം തടസ്സപ്പെടുകയാണ്. ഇനി ഇത്തരത്തിൽ നിരന്തരം ഈ സമയത്ത് ഉണരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെയധികം മുൻജന്മ സുകൃതം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് മുൻജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളായി വരുവാൻ സമയമായിരിക്കുന്നു എന്നതാണ് ഈ ദിവ്യശക്തി നിങ്ങളെ അറിയിക്കുവാൻ ശ്രമിക്കുന്നത്. അതായത് കൃത്യമായി 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിരന്തരമായി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണെങ്കിൽ പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നത് വളരെ വേഗത്തിലായിരിക്കും. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പുറകെ പറയുന്നതായിരിക്കും. മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യക്തികളോട് ദൈവിക ശക്തികൾക്ക് നേരിട്ട് ബന്ധം പുലർത്തുവാൻ വളരെ എളുപ്പമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവിക ശക്തികൾ നേരിട്ട് ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആ ദൈവിക ശക്തികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുമായി ഒരു ആത്മീയ ബന്ധം നിലനിർത്തുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല നല്ല കാര്യങ്ങളും വരുവാൻ പോകുന്നു എന്നത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി രണ്ടാമതായി, ഇത്തരത്തിൽ നിങ്ങൾ നിരന്തരം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉണരുവാൻ കാരണം എന്ന് പറയുന്നത് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഉറക്കമുണരുന്ന തരത്തിലുള്ള അനുഭവമുണ്ടായേക്കാം. കാരണം നിങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നും അവർ നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നും തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പിതൃക്കളുടെ അനുഗ്രഹത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. പിതൃക്കളുടെ അനുഗ്രഹ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ
എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള വ്യക്തികൾ മറ്റൊരു ലോകത്താണെങ്കിൽ പോലും നിങ്ങളുമായി ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് മിക്ക കാര്യങ്ങളിലും പിതൃക്കളുടെ അനുഗ്രഹ കടാക്ഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ ആത്മാവ് എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവമുണ്ടായേക്കാം. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയോ മറ്റ് കർമ്മങ്ങളോ അവർക്ക് നിത്യശാന്തിക്കായി ആവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവർ നിങ്ങളുമായി ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കും. മാത്രമല്ല, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് മൂത്രമൊഴിക്കുവാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ നിങ്ങളോട് ഏറ്റവും അടുത്തായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന നല്ല കാര്യങ്ങളെ പറ്റിയാണ് ഈ പൂർവിക ശക്തികൾ നിങ്ങളോട് അറിയിക്കുവാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മൂത്രമൊഴിക്കുവാൻ ഉണർന്നതിന് ശേഷം അനുഭവപ്പെടുന്നത് മനസ്സിന് വളരെയധികം ശാന്തതയും സമാധാനവുമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സിന് ഇത്തരത്തിൽ ഉണർന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളോ തുടർന്ന് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് എന്തൊക്കെയോ ആവശ്യപ്പെടുന്നു എന്നും അവർ ദുഃഖിക്കുന്നു എന്നുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ നിങ്ങൾ പൂർത്തീകരിക്കുക. ഒപ്പം തന്നെ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കുവാനായി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ ഇത്തരത്തിൽ പിതൃക്കളുടെ ആത്മാവ് നിങ്ങളോടുകൂടിയുള്ള ഈ ഒരു അനുഭവത്തെ നിങ്ങൾ വളരെ ദിവ്യമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ഇനി മൂന്നാമതായി, ഇത്തരത്തിൽ നിങ്ങൾ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിരന്തരം ഉണരുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇഷ്ടദേവതകളുടെ ആശയവിനിമയം കൊണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടദേവനും ഇഷ്ടദേവതയുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടദേവതകളും ദൈവിക ശക്തികളും വളരെയധികം ഈ പ്രപഞ്ചത്തോട് അടുത്തു നിൽക്കുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തുകയും അത്തരത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ദേവത നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റിയും ഈശ്വര കടാക്ഷവും വളരെയധികം നൽകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇതിൽ നിങ്ങളുടെ ജാതിയും മതവും ഒന്നും നിങ്ങൾ കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ശക്തിയായിരിക്കും ഇതിന് പിന്നിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയതിനു ശേഷം നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ചില സമയങ്ങളിൽ കാരണമാകുന്നത് ഒരുപക്ഷെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ട് നിങ്ങൾ ഈശ്വരന് പ്രാധാന്യം നൽകാത്തതുമാവാം. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ പൂജാകർമ്മങ്ങൾ മുടക്കാറുണ്ടോ എന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു തെറ്റ് ആവർത്തിക്കാതെ ഈശ്വരന് വേണ്ട പ്രാധാന്യം ജീവിതത്തിൽ നൽകുക തന്നെ വേണം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ ഉണർത്തി നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവത കാത്തിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ പൂർണ്ണമായി അവർ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ് അത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ജപിക്കുന്ന ഓരോ മന്ത്രത്തിനും പ്രാർത്ഥനയ്ക്കും 100 വഴിപാടിനേക്കാൾ ഫലമുണ്ടായിരിക്കും. അതിനാൽ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട ആവശ്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥനയായും മന്ത്രങ്ങളായും ആശയവിനിമയം നടത്തുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഇതൊന്നുമല്ലാതെ ഇത്തരത്തിൽ വെളുപ്പിന് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഉണരുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പുരാതന ശാസ്ത്രമനുസരിച്ച് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്
പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വാതചലനം ഉണ്ടാവുകയും അതിലൂടെ നിങ്ങൾക്ക് മൂത്രശങ്ക തോന്നുകയും ചെയ്യും. അതായത് വാസ്തവത്തിൽ ഈ പ്രപഞ്ചമാണ് നിങ്ങളെ വിളിച്ചുണർത്തുന്നത്. ഇനി ഇത്തരത്തിൽ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് മൂത്രശങ്ക തോന്നി കൃത്യമായി ആ ഒരു സമയത്ത് തന്നെ നിരന്തരം ഉണരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് എന്നും ഉണരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഒരു ഭാഗ്യമായി തന്നെ വേണം നിങ്ങൾ കണക്കാക്കുവാൻ. കാരണം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഉണരുമ്പോൾ മനസ്സിൽ ബുദ്ധിമുട്ടോ മടിയോ വിചാരിക്കാതെ എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം ദേഷ്യപ്പെടാതെ ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറയുക. ഇനി ഇത്തരത്തിൽ ഈ 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഉണരുന്ന മിക്ക വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യം, മൂത്രമൊഴിക്കുവാൻ പോയതിനു ശേഷം ഉടനടി തിരികെ വന്ന് കിടന്നുറങ്ങുക എന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉടനടി വീണ്ടും കിടന്നുറങ്ങുമ്പോൾ നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പ്രപഞ്ചശക്തി നൽകുവാൻ ഉദ്ദേശിച്ച ഭാഗ്യകരമായ അനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ വരും. അപ്പോൾ ആ പോസിറ്റിവിറ്റിയെയും ഭാഗ്യത്തെയുമെല്ലാം നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും ഉടൻ തന്നെ ഉറങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ ഉണരുമ്പോൾ തന്നെ കൈയും കാലും മുഖവുമൊക്കെ തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കച്ചടവ് മാറുകയും നല്ല ഒരു ഉന്മേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുറിയിൽ ഏറ്റവും ശാന്തമായ ഒരു ഭാഗത്ത് പോയി ഇരിക്കുക എന്നതാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് മറ്റുള്ള ഒരു പൂജാകർമ്മങ്ങളുടെയും ആവശ്യമില്ല. ശാന്തമായി ഒരു ഭാഗത്ത് നട്ടെല്ല് നിവർത്തി ഇരുന്നതിന് ശേഷം ശാന്തമായി ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. ഇതിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ വായു പോലും ബ്രഹ്മമുഹൂർത്തത്തിലെ ദൈവിക ശക്തിയെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും ശാന്തമായി വലിച്ചു വിടുന്തോറും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ഉത്കണ്ഠകളും ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റികൾ മാറുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി ഇത്തരത്തിൽ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള ചിന്തകളിലേക്ക് പോകാതെ പ്രപഞ്ചം നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി കാതോർക്കുക. അതായത് അത്തരത്തിൽ നിങ്ങൾ ശാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം കടന്നു വരികയോ അതല്ല എന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരികയോ ചെയ്യും. അത്തരത്തിൽ നിങ്ങളുടെ പൂർവികരെ ആരെയെങ്കിലും ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ അവരുടെ സാമീപ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും ഒപ്പം തന്നെ നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് ചിന്തയിൽ വരുന്നത് എങ്കിൽ ആ പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാകും എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ 3 മണി മുതൽ 5 മണി വരെയുള്ള ശാന്തമായ സമയം എന്ന് പറയുന്നത് ഓം ശബ്ദം വിശ്വരൂപവുമായി വളരെയധികം ലയിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ ഒരു സമയത്ത് പൂർവികരെ സ്മരിച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കുന്നതും പിതൃദേവന്മാരോട് അവരുടെ കടാക്ഷം കൂടുതലായി നൽകണമെന്ന് അപേക്ഷിക്കുന്നതും നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയുന്നതുമെല്ലാം തന്നെ വളരെ ശുഭകരമാണ്. മാത്രമല്ല ഈ ശാന്തമായ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ര വലിയ സമാധാനമായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അതായത് നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും പോസിറ്റിവിറ്റി ഉണ്ടാവുകയും
പല അനുഗ്രഹങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അതായത് ഈ ഒരു പ്രവൃത്തി നിങ്ങൾ പതിയെ പതിയെ ഓരോ ദിവസവും ചെയ്തു വരും തോറും നിങ്ങൾ തന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. മാത്രമല്ല, നിരന്തരം ഈ സമയത്ത് ഉണരുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളുടെ മുഖത്ത് തന്നെ വലിയ തേജസ്സായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ഒരു വിധത്തിലുള്ള ദുർചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല. മാത്രമല്ല, ഇത് ചെയ്തു തുടങ്ങുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യതടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ ഒരു കാര്യം തുടരുന്നതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിതത്തിൽ നടന്നു കിട്ടും. ഇനി ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഭാവിയിൽ വരുവാനിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി അറിയുവാൻ കഴിയും. അതായത് ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. മാത്രമല്ല, സ്നേഹബന്ധങ്ങളിലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തെപ്പറ്റിയും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കാം. ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാ രീതിയിലും ഇത് പ്രപഞ്ചശക്തി പല നന്മകളെയും നിങ്ങൾക്ക് നൽകുവാൻ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഉണരുന്ന സമയത്ത് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇനി ചിലർക്ക് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഉണരേണ്ടി വരുമ്പോൾ ഒരു ഭയമൊക്കെ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അത്തരത്തിൽ ഒരു ഭയം ഇതിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ ഇത്തരത്തിൽ ഉണരുന്ന വ്യക്തികൾ എല്ലാവരും ആ പോസിറ്റിവിറ്റിയെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുക. കാരണം നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിൽ കൃത്യം 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഉണരുന്നവരാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.